മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അവർ ഫ്ലോറിയൻ വിറ്റ്സിനെയും വിങ്ങേഴ്സിനെയും ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡിഫൻസിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ കോൺസ കഴിഞ്ഞ ദിവസം ബയർ ലെവർകൂസനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫൻസിലേക്ക് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് മാർക്ക് ഗുഎയ്. ഇപ്പൊ ക്രിസ്റ്റൽ പാലസിൽ നിന്ന് പുള്ളിയെ കൊണ്ടുവരാനുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ 35 to 50 മില്യന്റെ റേഞ്ചിലുള്ള ഒരു പൈസയാണ് ക്രിസ്റ്റൽ പാലസ് ചോദിക്കുന്നത്. പക്ഷെ നെഗോഷിയേറ്റ് ചെയ്ത് ഇത് കുറക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് മാർക്ക് ഗുഎയ്. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രമല്ല ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫൻഡർ ആണ്. വാൻഡേക്കിനൊപ്പം പെയർ ചെയ്ത് കളിക്കാൻ പറ്റിയ അട്രിബ്യൂട്ട്സ് ഒക്കെ ഉള്ള ഒരു ഡിഫൻഡറാണ്. പുള്ളിയെ സൈൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യതകളുണ്ട്. കാരണം കൊനാട്ടെ, വിർജിൽ വാൻഡേക്ക് ഇവര് ഫുൾ സീസൺ കളിക്കുക എന്ന് പറയുന്നത് ടഫ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണ്. അപ്പോൾ ആ ബാക്കപ്പ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ സ്ക്വാഡ് ഡെപ്ത് നിലനിർത്തേണ്ടത് സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ആർസണൽ സൈഡിൽ നിന്നാണ്. നമുക്കറിയാം റയലിന്റെ വിങ്ങർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ സാധ്യതയുള്ള റോഡ്രിഗോ ആർസണലിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. റൂമേഴ്സ് ഒക്കെ ഉണ്ട്. സോളിഡ് ആയിട്ടുള്ള ഒരു ബിഡ് ഒന്നും ആർസണൽ വെച്ചിട്ടില്ല. ഇവിടെ 77 മില്യന്റെ ഒരു ഡീല് ക്ലോസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ആർസണൽ. ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് ഇതൊരു 70 മില്യൺ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർസണൽ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫാൻസ് ഒക്കെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം റോഡ്രിഗോ ചോദിക്കുന്ന സാലറി തന്നെയാണ്. 10 മില്യൺ പ്ലസിനടുത്തുള്ള ഒരു സാലറിയാണ് റോഡ്രിഗോ ചോദിക്കുന്നത്. ഇത് ആർസണൽ സംബന്ധിച്ചിടത്തോളം ഹൈ റേഞ്ചിലുള്ള ഒരു വേജ് ബില്ല് തന്നെയാണ്. അത് മാത്രമല്ല ഇപ്പൊ വിങ്ങിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രൊസാർഡും മാർട്ടിനെല്ലിയും സാക്കയൊക്കെ അടങ്ങുന്ന ഓപ്ഷൻ 2 വിങ്ങിലായിട്ടുണ്ട്. ഇപ്പൊ റോഡ്രിഗോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർട്ടിനെല്ലിയെ ഓഫ്ലോഡ് ചെയ്യാനുള്ള ഒരു പരിപാടി ആർസണൽ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പല ടീമുകളും മാർട്ടിനെല്ലിയിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് വരുന്നത് രാംസ്ഡെയിലിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രാംസ്ഡെയിലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 2018 കഴിഞ്ഞതിന് ശേഷം 4 ടീമിനൊപ്പം രാംസ്ഡെയിൽ ഡെലിഗേറ്റ് ആയി. ഇവിടെ ഷെഫീൽഡ് യുണൈറ്റഡ് ഉണ്ട്, ബോൺമൂത്ത് ഉണ്ട്. ഇപ്പോ സൗത്ത് ആപ്റ്റന്റെ കീപ്പറായിട്ടുള്ള രാംസ്ഡെയിൽ പിന്നെയും ഡെലിഗേറ്റ് ആയിരിക്കുകയാണ്. പുള്ളിക്ക് 20 മില്യന്റെ റിലീസ് ക്ലോസ് സൗത്ത് ആപ്റ്റൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ വെസ്റ്റാം അടങ്ങുന്ന പല ടീമുകളും പുള്ളിയെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഇപ്പൊ ആർസണൽ കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ രാംസ്ഡെയിലിന്റെ പെർഫോമൻസ് കണ്ടതാണ്. പുള്ളി കേപ്പബിൾ ആയിട്ടുള്ള ഒരു കീപ്പറാണ്. പക്ഷെ വേണ്ട വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റി രായ വന്നതിന് ശേഷം രാംസ്ഡെയിലിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും പുള്ളി പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിന്റെ പ്ലെയറെ സംബന്ധിച്ച് തന്നെയാണ്. ഹാർവി ഏലിയട്ട് ഈ ഒരു സീസണിൽ ലിവർപൂൾ വിടാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. അപ്പൊ പുള്ളി ഒരു 50 മില്യന്റെ ആസ്കിംഗ് പ്രൈസ് ഒക്കെയാണ് ലിവർപൂൾ വെച്ചിട്ടുള്ളത്. ബ്രൈറ്റൺ ഈ ഒരു പ്ലെയറിന്റെ മുകളിൽ നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ 50 മില്യൺ എന്ന് പറയുന്നത് ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൈസ തന്നെയാണ്. അപ്പോൾ അവരത് റെഡ്യൂസ് ചെയ്ത് ഒരു 40 മില്യൺ വിത്ത് ആഡ് ഓൺസ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള ബിഡൊന്നും വന്നിട്ടില്ല. പക്ഷെ അധികം വൈകാതെ ബിഡ് കൊടുക്കാനുള്ള എല്ലാ ചാൻസുകളും നമ്മൾ കാണുന്നുണ്ട്. പേഴ്സിന്റെ സൈഡിൽ നിന്ന് എസ്ഐയുടെ ന്യൂസ് ഇപ്പോഴും ഏറെ തന്നെയാണ്. ഇപ്പോൾ 70 മില്യൺ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ 70 മില്യൺ കൊടുത്ത് സ്പേഴ്സ് ആരെയും വാങ്ങാൻ പോകുന്നില്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ്. ചിലപ്പോ ഒരു ഡീലൊക്കെ സ്ട്രൈക്ക് ചെയ്ത് ഒരു 50 മില്യൺ അടുത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാനിയൽ ലെവി ചിലപ്പോ ഇൻട്രസ്റ്റഡ് ആയേക്കും. എന്തായാലും നമ്മൾ ഇതുവരെ ആയിട്ട് പ്രധാനപ്പെട്ട സൈനിങ്സ് ഒന്നും നടത്തിയിട്ടില്ല. ഒരുപാട് ഇൻട്രസ്റ്റ് പല സൈഡിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് മാത്രമാണുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.